ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മള് പേഴ്സ് ഓഫ് ഇക്വേഷന്റെ അവസാന ലാപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പേജ് നമ്പർ 18, ക്വസ്റ്റ്യൻ നമ്പർ 4. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് എക്സസൈസ് കേട്ടോ. പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡലീസ് 2,180 rupees. Price of 16 trophies and 17 medals 2,110. What is the price of each? നമുക്കറിയാം, കണ്ടീഷൻ എഴുതാൻ അറിയാം. എന്താണ്? ലെറ്റ് പ്രൈസ് ഓഫ് ട്രോഫി നിങ്ങൾ എന്നാ കൊടുക്കും? എക്സ് എന്നും കൊടുക്കും. പ്രൈസ് ഓഫ് മെഡൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ വൈ എന്നും കൊടുക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ. പിന്നെ നമ്മുടെ കണ്ടീഷൻ എഴുതിക്ക് തന്നെ എഴുതുമല്ലോ. എൻ്റെ കൂട്ടത്തിൽ 17 ട്രോഫീസും 16 മെഡലിനും കൂടെ 2,180 ഫസ്റ്റ്. അതുപോലെ 16 ട്രോഫീസിനും 17 മെഡൽസിനും കൂടെ 2,110. ഇതാണ് രണ്ട് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരുപോലെ ആക്കണം. എക്സോ വൈയോ ഒരുപോലെ ആക്കാൻ. അപ്പോൾ എക്സും വൈയും ഒരുപോലെ അവരുടെ മൾട്ടിപ്പിൾസ് അല്ല. 17 16 മൾട്ടിപ്പിൾസ് അല്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും സാധാരണ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ എക്സിനെ ഒരുപോലെ ആക്കുന്നെങ്കിൽ മേളിൽ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, താഴെ 17 കൊണ്ട്. എക്സിന്റെ ഇവിടെ കിടക്കുന്നതിനെ കൊണ്ട് മേലില്, ഇവിടെ കിടക്കുന്നതിനെ കൊണ്ട് താഴെ. വൈ ആണെങ്കിൽ തിരിച്ച് 17 കൊണ്ട് മേളില്. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 17 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 16 16 കൊണ്ട് 2,180 16 കൊണ്ട് എത്ര നേരം എടുക്കും ഈ മൾട്ടിപ്ലിക്കേഷൻ? എവിടെയെങ്കിലും തെറ്റിപ്പോയെങ്കിൽ കാൽക്കുലേഷൻ സമയത്ത് എവിടെയെങ്കിലും തെറ്റിപ്പോയി മൊത്തം പോക്കുവാണ്. അപ്പൊ ഈ ഒരു കേസിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വേറെ മാർഗങ്ങൾ നോക്കും. അതായത് മീനിങ് ആയിട്ടുള്ള മാത്സ് പ്രയോഗിക്കാൻ പറ്റാവുന്ന നമ്മൾ എളുപ്പ വഴികൾ നമ്മൾ നോക്കും. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 17 16, ഇവിടെ 16 17. അപ്പൊ എന്തായാലും ഇവരെ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ സെയിം ആയിരിക്കുമല്ലോ, അല്ലേ? സബ്ട്രാക്ഷൻ ചെയ്യുന്നതല്ല, സബ്ട്രാക്ഷൻ സെയിം ആയിരിക്കും, പക്ഷെ സൈൻ മാറിപ്പോകും. ആഡ് ചെയ്യുന്ന സംഖ്യകൾ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവരെ ക്യാൻസൽ ചെയ്യുകയാവോ നോക്കാം, ചെറുതാക്കാവോ. മനസ്സിലായല്ലോ? ചുമ്മാ എപ്പോഴും ചെയ്യരുത്. നമ്മളെല്ലാം കാണുന്നത് പോലെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന മറ്റ് പ്രോബ്ലംസിലൊക്കെ അതുപോലെ ചെയ്യാമല്ലോ. ചെയ്യാം, പക്ഷെ എങ്ങനെ ആയിരിക്കണം? ഇവിടെ സെയിം സംഖ്യകളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇവിടെ 2ഉം 3ഉം, അല്ല ഇവിടെ 3ഉം 2ഉം അങ്ങനെ ആയിരിക്കും. അതായത് ഇവിടെ രണ്ടും ആഡ് ചെയ്ത് കിട്ടുമ്പോൾ സെയിം കിട്ടണം. ഇപ്പൊ ഇവിടെ ഇതൊന്ന് ആഡ് ചെയ്തേ, 1ഉം 1 + 2 ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. പ്ലസ് ചെയ്ത് ഇവിടെ 33x, ഇവിടെ 33y. കണ്ടോ? ഇവിടെ രണ്ടും 33 കിട്ടി. അങ്ങനെ അതായത് ഇവിടെ സെയിം കിട്ടുന്ന രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യും. ഓക്കെ, ഇതൊന്ന് ആഡ് ചെയ്തേ. 0 9 2 4 2 90. ഓക്കെ, ഇതെല്ലാം 33യുടെ മൾട്ടി. ഇതാണോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. 4290 33യുടെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാവോ എന്ന്. 33 1 33 ആണ്. 9 99 3 ടൈംസ് ഉണ്ട് 99. 0 മിച്ചമുണ്ട്, അതിനെ നമ്മളിവിടെ കൊടുത്തു. 130. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്ത് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്? 33 കൊണ്ട്. അപ്പൊ നമുക്ക് എക്സ് അല്ലെ, 33 / 33 1. ഇവിടെ 33 / 33 1y. അപ്പൊ 1x 1y അങ്ങനെ എഴുതുന്നുണ്ടോ? വേണ്ടല്ലോ. ഇവിടെ എത്ര കിട്ടും? 130. ഇക്വേഷൻ നമ്പർ 3 കിട്ടി. കണ്ടോ? നമ്മുടെ ഇക്വേഷൻ ഒരു ചെറിയ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്നാ ചെയ്യും? ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ, ഇനി വേറെ എന്നാ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, നമ്മൾ പ്ലസ് ചെയ്തു, എന്നാൽ നമുക്ക് അവരെ തമ്മിൽ ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് മൈനസ് ചെയ്തേ. മൈനസ് ചെയ്യുമ്പോൾ സെയിം ഇതിനെ തന്നെ ഒന്ന് മൈനസ്. അടുത്ത ഇക്വേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതും കൂടെ മൈനസ് ചെയ്യാൻ പോവാ. ഓക്കെ, 17 17x. ഇപ്പം ഞാൻ വളരെ എഴുതി കാണിക്കാം. 17x - 16x. ഇവര് തമ്മിൽ 17xഉം 16xോട് സബ്ട്രാക്ട് ചെയ്യുക. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. അപ്പൊ എന്നാ തന്നെ വരും? എക്സ് തന്നെ, 1x വരും. ഇനി എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ സൈൻ സബ്ട്രാക്ഷൻ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, 16y നിന്ന് 17y സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 17y സബ്ട്രാക്ട് ചെയ്യുന്നത് വേണ്ട, ഇവിടെ സൈൻ കൊടുക്കാൻ വരട്ടെ. നമുക്ക് സബ്ട്രാക്ഷന് ശേഷം സൈൻ കൊടുക്കാം. ഇത് പ്ലസ്, ഇത് മൈനസ്. സബ്ട്രാക്ട് ചെയ്യും 1y, വലുതിന്റെ സൈൻ. -17 ആണ് വലുത്. അപ്പൊ ഇവിടെ എന്നാ വരും? -1y. 1y എന്ന് ഞാൻ എഴുതുന്നില്ല, വെറും y. ഇനി ഇവരെ തന്നെ സബ്ട്രാക്ട് ചെയ്തേ. 2,180 2,110 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 7 വരട്ടെ. അപ്പൊ എത്ര വരും? 70. നമുക്ക് ഇക്വേഷൻ നമ്പർ 4 കിട്ടി. രണ്ട് ഇക്വേഷൻസ് കിട്ടി.
അപ്പൊ മനസ്സിലായില്ലേ മക്കളെ? നമ്മളത് ഇത്രയും വലുതായിട്ടൊന്നും ആലോചിച്ചെങ്കിൽ ഇത്രയും വലുതായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 17 16 ഒക്കെ മൾട്ടിപ്ലൈ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത സംഖ്യകൾ ഒരു ആകെപ്പാടെ കുറവായേനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇവരെ തമ്മിൽ ആഡ് ചെയ്തപ്പം ഈ ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്തപ്പം ഇക്വേഷൻ സബ്ട്രാക്ഷൻ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, ഇതേപോലെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ രണ്ട് ചെറിയ ഇക്വേഷൻസ് കിട്ടിയില്ലേ? ഇനി നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമായില്ലേ മക്കളെ? ഓക്കെ, നമുക്ക് കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം എന്നാണ് ഇവിടെ നോക്കിയേ, നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് എക്സും എക്സും സെയിം ആണ്, 1 വീതം. വൈയും സെയിം ആണ്. പക്ഷെ വൈയും ഒരാൾ പ്ലസും ഒരാൾ മൈനസും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എക്സും എക്സോടെ കൂട്ടിയാൽ 2x, 1x + 1x എന്നാണ് കേട്ടോ. ഇനി ഇവർ തമ്മിൽ ആഡ് ചെയ്തേ 0 7 3 10 ഇഷ്ടമാണ്. അപ്പൊ 200. അപ്പൊ 2x = 200. നമുക്ക് എഴുതാം 2x = 200. എക്സ് ഒറ്റയ്ക്ക് ആക്കിക്ക് 200. 2 ഇപ്പത്ത് വരുമ്പോൾ എന്നാകും മക്കളെ? 2. അപ്പൊ എക്സിന്റെ വാല്യൂ 100. നമുക്ക് ഈ രണ്ട് ഇപ്പത്തെ മറ്റേ വലുതിലേക്ക് മതി, ചെറിയ രണ്ടെണ്ണത്തിൽ എവിടെയെങ്കിലും എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കൊടുക്കട്ടെ. x + y = 130. എക്സിന്റെ വാല്യൂ 100 കൊടുത്തേ. 100 + y = 130. Therefore y = 130. 100 ഇപ്പുറത്ത് പോകുമ്പോൾ +100 ആണ്, അപ്പുറത്ത് പോകുമ്പോൾ -100. ദാറ്റ് ഈസ് y = 30. ശരിയാണ് ആൻസർ. അത് x 100 ഉം y 30 ആണ്. ഓക്കെ, കണ്ടോ? അപ്പൊ നമ്മുടെ ലാസ്റ്റ് എന്നാണ് നമുക്ക് എഴുതാം? അവസാന ഭാഗത്ത് തന്നെ എഴുതാം. പ്രൈസ് ഓഫ് ട്രോഫി എക്സ് ആണ്. ദാറ്റ് ഈസ് എത്രയാണ്? 100 rupees. rupees 100 ഉം പ്രൈസ് ഓഫ് മെഡൽ y ആണ്. ദാറ്റ് ഈസ് rupees 30. കേട്ടോ? ഈ പ്രോബ്ലം നമ്മൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇതുപോലത്തെ വലിയ സംഖ്യകൾ വന്നിട്ട് ശ്രദ്ധിക്കണം, ചുമ്മാ ചെയ്യരുത്. വലിയ സംഖ്യകളുമാണ്, പക്ഷെ അവർ തമ്മിൽ സെയിം ആണ് വരുന്നത്. രണ്ടിടത്തും എക്സും വൈയും കൂടെ കൂട്ടിയാൽ നമുക്ക് സെയിം ആൻസർ കിട്ടുന്നുണ്ട്. ആ കേസിലേ പോകാവുള്ളൂ കേട്ടോ. അല്ലാത്ത കേസിൽ ഇങ്ങനെ ചെയ്യാൻ പോകല്ല. ഇതുപോലെ x + y ഇതുപോലെ രണ്ട് ഇക്വേഷനോട് ആഡ് ചെയ്യുകയും പിന്നെ അടുത്ത കണ്ടീഷൻ ചെയ്യണം എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? വീഡിയോ ഒന്ന് കാണുക. ഓരോ പ്രോബ്ലം ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗങ്ങൾ അതിനകത്ത് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കാണുക. ശ്രദ്ധിച്ച് വീഡിയോ കണ്ടിട്ട് ഒന്ന് എഴുതി നോക്കുക, ഒന്ന് ചെയ്ത് നോക്കി. ഇത് പറ്റുന്നുണ്ടോ, നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കിയിട്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും അല്ലെ പിന്നെ വീഡിയോ ഒന്നുകൂടെ കാണുക, പിന്നെ ഒന്നുകൂടെ തന്നെ ചെയ്ത് നോക്കുക. അതപ്പം നിങ്ങളത് ചെയ്തിരിക്കും മക്കളെ. ഓക്കെ, ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. താങ്ക് യു.